പിണറായി വിജയന്റെ മറുപടി ചില സമയത്ത് അദ്ദേഹം അക്ഷമനായി രോഷത്തോടു കൂടിയും പ്രതികരിക്കുന്നുണ്ട്. ഇപിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തെ എങ്ങനെ വേണം കാണാൻ? ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷേ ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് കണ്ടത് എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടില്ല. കാണുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചു. വസതിയിലെത്തി കണ്ടു എന്ന് സമ്മതിച്ചല്ലോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് ഞാനും ജാവ്ദേക്കറുമായി കണ്ടിട്ടുണ്ട്, അത്തരത്തിൽ കാണുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ പല ഘട്ടത്തിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ കാണേണ്ടി വരും. പക്ഷേ EP ജയരാജനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. EP പല ബന്ധങ്ങളും സൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. ചില ആളുകളുമായി ബന്ധം സൂക്ഷിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ജനകീയമായ സൗഹൃദം സൂക്ഷിക്കുമ്പോൾ മറ്റ് പാർട്ടിക്കാരായിട്ടും പലതരത്തിലുള്ള ആളുകളുമായിട്ടും സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് EP. പക്ഷെ അങ്ങനെ സൗഹൃദം സൂക്ഷിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള ആളുകളെ ഒഴിവാക്കി നിർത്തേണ്ടതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകളുമായി ഒരു തരത്തിലുള്ള ബന്ധം സൂക്ഷിക്കാൻ പാടില്ല. പക്ഷെ EP ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ആളുകളുമായി ബന്ധം സൂക്ഷിക്കുന്നതിനെതിരെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് EP ജയരാജനെതിരായ ഗൂഢാലോചനയാണ്, ഇടതു മുന്നണിക്കെതിരായ ഗൂഢാലോചനയാണ്, CPM-നെതിരായ ഗൂഢാലോചനയാണ്. EP ജയരാജൻ വലിയ പാരമ്പര്യമുള്ള പാർട്ടി പ്രവർത്തകനാണ്, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം പല വെല്ലുവിളികളിലും കടന്നു വന്ന നേതാവാണ്. അദ്ദേഹം ഒരിക്കലും BJP-യിലേക്ക് പോകില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ആളുകളുമായുള്ള സൗഹൃദം സൂക്ഷിക്കുന്നതാണ്. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ സാക്ഷിയായി ഉണ്ടായിരുന്നത് ഇത്തരത്തിലൊരു വ്യക്തിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കേസ് ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ദല്ലാൽ നന്ദകുമാറിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ, ദല്ലാൽ നന്ദകുമാർ ആർക്കെതിരായാണ് പ്രവർത്തിച്ചത് എന്ന കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ല. എന്താണ് ദല്ലാൽ നന്ദകുമാർ എന്നും ആരാണ് അദ്ദേഹം എന്നും അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല വ്യക്തതയുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശരി, ഏതായാലും രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പുറത്തേക്കുള്ള പിണറായി വിജയന്റെ പ്രതികരണം. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം ഒരു ബോംബ് പൊട്ടിക്കുക എന്നുള്ളത് EPയെ സംബന്ധിച്ച് അത് നേരത്തെ ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വേണം കാണാൻ. ഇന്നലെ നടത്തിയ പ്രതികരണമല്ല. ഇന്നിപ്പോൾ ആ കൂടിക്കാഴ്ച അദ്ദേഹം സമ്മതിക്കുന്നു. ജാവ്ദേക്കർ തൻ്റെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു, അതായത് വീട്ടിലേക്ക് വഴിയിൽ കയറുന്ന പോലെയല്ലോ ഫ്ലാറ്റിലേക്ക് വരുന്നത്, ആ ഫ്ലാറ്റിലേക്ക് കയറി അകത്തേക്ക് കയറി വന്ന് കണ്ട് സംസാരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഏറ്റവും അധികം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തൽ നടത്തിയ ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ച് അദ്ദേഹത്തിന് പരാതിയുമില്ല. അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. മുഖ്യമന്ത്രി ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ടിനാണ് അദ്ദേഹം വാർണിംഗ് നൽകുന്നത്. എങ്ങനെ കാണണം ഇതിനെ? നിശ്ചയമായും കഴിഞ്ഞ 2 ദിവസമായി CPM-നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യ വെടിപൊട്ടിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. വാർത്താ സമ്മേളനം നടത്തി ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ വെച്ച് വളരെ ഉന്നതനായ, പിണറായിയോളം തലപ്പൊക്കമുള്ള CPM-ൻ്റെ ഒരു നേതാവിനെ താൻ കണ്ടുവെന്നും അദ്ദേഹം BJP-യിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നുമുള്ള ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തുന്ന ശോഭാ സുരേന്ദ്രനാണ്. തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രനെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന മട്ടിൽ ദല്ലാൽ നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളും നിശ്ചയമായും CPM-നെ പ്രതിരോധത്തിലാക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ വളരെ എക്സ്പ്ലിസിറ്റായി EP ജയരാജൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് K സുധാകരനാണ് ഇന്നലെ. നിശ്ചയമായും അതിനകത്ത് UDF-ൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഏതായാലും അത് വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു EPയെ CPM രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ വളരെ ഷാർപ്പായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയുന്നത് പോലെ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും സമുന്നതനായ CPM നേതാവാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തണമെന്നും അവിടെ വീഴ്ച പറ്റി EPക്ക് എന്നും അതുകൊണ്ട് മുൻകരുതലുകളോടുകൂടിയുള്ള സമീപനം EP സ്വീകരിക്കണമെന്നുമുള്ള പിണറായി വിജയൻ്റെ പ്രസ്താവം എന്ന് പറയുന്നത് അനൗദ്യോഗികമായൊരു താക്കീത് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പാർട്ടി സാധാരണ യോഗം ചേർന്ന് ചർച്ച ചെയ്തൊക്കെയാണ് ഇത്തരത്തിലുള്ള താക്കീതുകൾ ഔദ്യോഗികമായി നൽകുന്നതെങ്കിൽ അനൗദ്യോഗികമായി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു വലിയ താക്കീത് EP ജയരാജന് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് ദിവസം CPM-നെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നത്. അതിനകത്ത് EP ജയരാജൻ്റെ ഏറ്റുപറച്ചിൽ ഏതൊക്കെ തരത്തിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുമെന്നുകൂടി ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം LDF-ഉം പ്രത്യേകിച്ച് CPM-ഉം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കുന്നത്
ചോദിക്കുന്നത് ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ആരും നാളെ ബി ജെ പിയിലേക്ക് പോകാം, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ LDF കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ തന്നെ ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടാൻ ശ്രമിച്ചു എന്നൊരു വെളിപ്പെടുത്തൽ വരികയും ഏതാണ്ട് അതിനെയൊക്കെ പിന്നെ എന്താ പറയുക നിഷേധിക്കാത്ത തരത്തിൽ ഒരു പക്ഷേ അത്തരം വാദങ്ങൾക്ക് ബലം നൽകുന്ന ഒരു ഏറ്റുപറച്ചിൽ ഇ പി ജയരാജൻ നടത്തുകൂടി ചെയ്യുമ്പോൾ അങ്ങേയറ്റം CPM-നെ പ്രതിരോധത്തിലാക്കുന്നൊരു ഒരു രാഷ്ട്രീയം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയണം. ഏതായാലും ഇന്ന് വളരെ പല കാര്യങ്ങളിലും പിണറായി വിജയൻ വ്യക്തത വരുത്തി എന്നുള്ളതാണ് ഞാൻ വളരെ സുപ്രധാനമായി കാണുന്ന മറ്റൊരു കാര്യം. നിശ്ചയമായും അദ്ദേഹം ഇന്ന് UDF-നും അതേപോലെ തന്നെ BJP-ക്കും ഒരുപോലെ എതിരായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് വിലയിരുത്തുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാവില്ല ഈ തിരഞ്ഞെടുപ്പ് എന്നുകൂടി അസന്നിഗ്ധമായി അദ്ദേഹം ശോഭിച്ചുകൊണ്ടാണ് അക്കാര്യത്തിൽ മറുപടി പറഞ്ഞത്. കാരണം വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയോ ഒന്നും ഒരു ഘടകമായി വരില്ല എന്നും ഈ തിരഞ്ഞെടുപ്പിലെ നിർണായകമായ വിഷയമെന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങളാണെന്നും ആവർത്തിച്ച് പറയുക വഴി ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മേലുള്ള ഹിതപരിശോധനയല്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിരിക്കുന്നു. LDF നിലയെടുത്തിരിക്കുന്നത് ഒരേ സമയം BJP-ക്കും അതുപോലെ തന്നെ UDF-നും എതിരായിട്ടാണ്. അന്തർധാര എന്ന് പറയുന്ന ഒരു ആരോപണം CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അക്കാര്യത്തിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഗോൾവാക്കറിന് മുമ്പിൽ പോയി തൊഴിൽ നിൽക്കുന്ന ആളുകൾക്കാണ് അന്തർധാരയുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ VD സതീശനെ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി തന്നെ ആക്രമിച്ചുകൊണ്ടാണ് ആ പ്രസ്താവം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. യാതൊരു തരത്തിലും ഉള്ള അന്തർധാര CPM-ഉം BJP-യുമായിട്ടില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേഡർമാർക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ BJP-യാണ്, കേരളത്തിൽ അത് UDF ആണ്. കാരണം BJP 2ാം സ്ഥാനത്ത് പോലും ഉണ്ടാകില്ല എന്നാണ് പിണറായി വിജയൻ്റെ വിലയിരുത്തൽ. ആ അർത്ഥത്തിൽ